ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ മോഡൽ കരിയർ സെൻറ്റർ തിരുവനന്തപുരം ഒരു ജോബ് ഡ്രൈവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇസാഫ് കോപ്പറേറ്റീവ്, മുത്തൂറ്റ് ഫിൻകോർ, ICICI പ്രൊഡൻഷ്യൽ, LIC തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇസാഫ് കോപ്പറേറ്റീവിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ആദ്യം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. 30 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 നിർബന്ധമായും ഉണ്ടായിരിക്കണം. കൂടാതെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിലുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വീലറും ലൈസൻസും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 20 മുതൽ 30 വയസ്സ് വരെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 20 മുതൽ 34 വയസ്സ് വരെയുമാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രമാണ്. സാലറി 21,000 CTC ആണ് ലഭിക്കുക. അടുത്തത് അസിസ്റ്റൻറ്റ് കസ്റ്റമർ സർവീസ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 15 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. കൂടാതെ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഇൻ മൈക്രോ ഫിനാൻസിലുള്ള 2 അതിൽ കൂടുതലോ വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 30 വയസ്സ് വരെയാണ്. കേരളത്തിൽ ഉടനീളം ഒഴിവുകളുണ്ട്. ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് സാലറി ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കസ്റ്റമർ സർവീസ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 15 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. കൂടാതെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ഇൻ മൈക്രോ ഫിനാൻസിലുള്ള 3 അതിൽ കൂടുതലോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 35 വയസ്സ് വരെയാണ്. കേരളത്തിലുടനീളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് സാലറി ലഭിക്കുന്നതാണ്. അടുത്തത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 20 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആൻഡ് എബവ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട്. കൂടാതെ മിനിമം 1 അതിൽ കൂടുതലോ വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 27 മുതൽ 31 വയസ്സ് വരെയാണ്. ട്രിവാൻഡ്രത്തും കൊല്ലത്തുമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി വരുന്നത് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് സാലറി ലഭിക്കുന്നതാണ്. അടുത്തത് മുത്തൂറ്റ് മൈക്രോഫിൻ ലിമിറ്റഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം റിലേഷൻഷിപ്പ് ഓഫീസർ പോസ്റ്റാണ്. 23 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 12ാം ക്ലാസ് പാസ്സായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം 33 വയസ്സ് വരെയാണ്. ജോബ് ലൊക്കേഷൻ കാരക്കോണം, കരമന, ശ്രീകാര്യം, ആറ്റിങ്ങലിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി വരുന്നത് 12,500 + TA + ഇൻസെൻറ്റീവ്സ് ആണ്. അടുത്തത് MSDB ഓഫീസർ ഓർ പ്രോഡക്റ്റ് എക്സിക്യൂട്ടീവ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 15 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് 33 വയസ്സ് വരെയാണ്. ജോബ് ലൊക്കേഷൻ ട്രിവാൻഡ്രമാണ്. സാലറി 16,000 + TA ആണ് ലഭിക്കുക. അടുത്തത് ഇന്റേണൽ ഓഡിറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 1 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. ജോബ് ലൊക്കേഷൻ ആറ്റിങ്ങൽ, വർക്കലയാണ്. സാലറി വരുന്നത് 21,000 ആണ് ലഭിക്കുക. അടുത്തത് ICICI പ്രൊഡൻഷ്യൽ, LICയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് 5 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 23 മുതൽ 30 വയസ്സ് വരെയാണ്. സാലറി 30,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് യൂണിറ്റ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 10 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 23 മുതൽ 28 വയസ്സ് വരെയാണ്. സാലറി 25,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് യൂണിറ്റ് മാനേജർ ഇന്ത്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 10 ഒഴിവാണുള്ളത്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 30+ ആണ്. സാലറി 15,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 8 ഒഴിവാണുള്ളത്. +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 35 വയസ്സ് വരെയാണ്. 20,000 രൂപയാണ് സാലറി ലഭിക്കുക. അപ്പോൾ ഇത്രയും
ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 21 വൈകുന്നേരം 5 മണി വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 22/6/2024 രാവിലെ 10 മണി മുതലാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം മോഡൽ കരിയർ സെൻറ്റർ, യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ, കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെൻറ്റർ PMG, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.